ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം. ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. മാപ്പ് ഞങ്ങൾ പറയില്ല, മാപ്പ് ഞങ്ങൾ പറയില്ല, തിരിച്ചടിക്കും 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 കട്ടായം, ആ തിരിച്ചടിക്കും കട്ടായം, ആ തിരിച്ചടിക്കും കട്ടായം. നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ, എവിടെയോ കണ്ട് പരിചയമുള്ളത് പോലെ. തിരിച്ചടിക്കും. സൂക്ഷിച്ചു നോക്കല്ലേ ഉണ്ണി, ഞാൻ അവതാരകയല്ല. വളരെ രസകരമായ ഒരു സംഭവമാണ് പറയാനുള്ളത്. നമ്മുടെ നമോ TV അധികൃതർ അവരുടെ അസഭ്യ വർഷത്തിന് ശേഷം, അതായത് തെറി വിളിക്കുന്ന വീഡിയോ അവർ അപ്ലോഡ് ചെയ്തതിന് ശേഷം അവർ നവമാധ്യമങ്ങളിലൂടെ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ആ പോസ്റ്റിൽ പറഞ്ഞത്, ഞങ്ങൾ മാപ്പ് പറയാൻ തയ്യാറല്ല, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിലപാട് മുഖ്യം ബിഗിലെ, തിരിച്ചടിക്കും കട്ടായം. ഇതാണ് അവരുടെ ആ പോസ്റ്റിന്റെ ചുരുക്കം. അതായത് പറഞ്ഞത് ശരിയാണ് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് ആ വാർത്താ അവതാരകയും പിന്നീട് വന്ന ലൈവിലും പറഞ്ഞത്. പക്ഷേ ഈ വാർത്താ അവതാരക ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ എന്താണ് പറയുന്നത് എന്ന് കേട്ടുകഴിഞ്ഞാൽ നാണം കെട്ട് ഇവര് തല താഴ്ത്തി നിന്നു പോകും. ചിലപ്പോൾ ഇവർക്കറിയാതെ ഇനി അഭിഭാഷകൻ തയ്യാറാക്കിയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും സാധ്യതയില്ല. സവർക്കറുടെ പിന്മുറക്കാരാണല്ലോ, മാപ്പ് പറഞ്ഞാണ് ഇവരുടെ ശീലം. ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ പറയുന്നത്, എനിക്കൊരു തെറ്റ് സംഭവിച്ചു പോയി, അറിയാതെ പറഞ്ഞു പോയതാണ്, ഇനി മുതൽ ഇത്തരത്തിലുള്ള മോശമായ വാക്കുകൾ ഉണ്ടാകില്ല, മാപ്പ് ചോദിക്കുന്നു, ദയവായി ജാമ്യം അനുവദിച്ചു തരിക എന്നാണ് നമോ TV അവതാരക ജാമ്യാപേക്ഷയിൽ പറയുന്നുള്ളത്. അതായത് ചെയ്തു പോയത് തെറ്റാണ് എന്നുള്ള ഉത്തമ വിശ്വാസം നമോ TV അധികൃതർക്കുണ്ട്. അത് ജാമ്യാപേക്ഷയിൽ മാത്രമാണ്, പരസ്യമായി പറയാൻ തയ്യാറല്ല. സവർക്കറിന്റെ രീതി എന്ന് വേണം ഇതിനെ പറയാൻ. അങ്ങനെ ഈ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ, അതായത് ഈ തെറികളെ ഈ ജാമ്യാപേക്ഷ കൊടുത്തതിന് ശേഷം ട്രാൻസ്ലേഷൻ ചെയ്യുമല്ലോ കോടതി, ഈ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് കോടതി പറഞ്ഞ കാര്യമാണ് എടുത്തു നോക്കേണ്ടത്. കോടതി പറയുന്നത്, ഈ തെറിവിളികളിലെ പല വാക്കുകളും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, അതായത് കോടതിക്ക് തന്നെ നാണം തോന്നിപ്പോയി എന്നാണ് അർത്ഥം. അതായത് ഇത്രത്തോളം പച്ചക്ക് തെറി വിളിക്കാൻ ഈ സംഘപുത്രന്മാർക്കേ സാധിക്കുകയുള്ളൂ എന്നുള്ള വിശ്വാസം രാജ്യത്തെ കോടതികൾക്കും മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉദാഹരണം. പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നിലപാടായിരിക്കണം. അതല്ലാതെ അടികിട്ടുമെന്നായപ്പോൾ, നിയമ നടപടികൾ വരുമ്പോൾ നിലപാട് പണയപ്പെടുത്തുകയും പിന്നീട് ഞങ്ങളുടെ നിലപാടിൽ നിന്ന് ഒരു മാറ്റവും പോയിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നത് വെറും അന്തസ്സിന് നിരക്കാത്തതാണ്. നിങ്ങളും നിങ്ങളുടെ നിലപാടും തമ്മിൽ 100 കിലോമീറ്റർ ദൂരെയുണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന പറയുന്നു, ഇതുപോലെയുള്ള സംഭവങ്ങൾ, അതായത് ഇതുപോലെയുള്ള ജാമ്യാപേക്ഷകളും തുടർന്ന് ലഭിക്കുന്ന ഓർഡറുമൊക്കെ കോടതികളുടെ ചരിത്രത്തിൽ തന്നെ വിരളമാണ് എന്നാണ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന പറയുന്നത്. അതായത് ഈ അവതാരക നാണം കെട്ട് പൊട്ടിക്കരഞ്ഞ് തയ്യാറാക്കിയ ജാമ്യാപേക്ഷയിലാണ് പിന്നീട് കൊറോണ കാരണം രക്ഷപ്പെട്ട് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് കാണുന്ന എല്ലാ ആളുകൾക്കും ഇവരുടെ ധൈര്യം എന്താണ്, ഇവരുടെ നിലപാട് എന്താണ് എന്നുള്ളത് ഈ ജാമ്യാപേക്ഷ മനസ്സിലായവർ കൃത്യമായ രീതിയിൽ മുന്നോട്ട് വെക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക്. അവര് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും, നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവര് നോക്കിക്കോളും. ടെൻഷൻ ഫ്രീ കല്യാണത്തിന് ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. വിവാഹം, പ്രൊഡക്റ്റ് ലോഞ്ച്, ബർത്ത്ഡേ പാർട്ടി, കോളേജ് ഇവന്റ്സ് തുടങ്ങി ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം. ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്.